വെൽക്കം ടു ഷീജാസ് ടേസ്റ്റ് ലാൻഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ ആണ്. കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമേ ഒട്ടും ഇല്ലാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. നിങ്ങളുടെ വലിയ പീസാണെങ്കിൽ 4 അല്ലിയോ മറ്റോ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. സാധാരണ പോപ്കോണിന് ഗരം മസാല ചേർക്കത്തില്ല. ഞാനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒട്ടും ചേർക്കാതെ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദാമാവ് കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മൈദാമാവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. മൈദാമാവും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യാനുള്ളത് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരു വിസ്കോ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉപ്പ്, നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരുപാടങ്ങ് കട്ടയിട്ടിരിക്കുവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതുപോലെ ലൂസാക്കി എടുക്കണം. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അരച്ചു വെച്ച ചിക്കനാണിത്. ഇനി ഈ ചിക്കനിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഈ പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. ഇതുപോലെ നമ്മൾ കൈവച്ചൊന്ന് റോൾ ചെയ്ത് ഇതേ ഷേപ്പിലാക്കി വയ്ക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. അതെല്ലാം ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബോൾസ് ഓരോന്നെടുത്ത് ഈ മുട്ടയുടെ മിക്സിൽ മുക്കണം. ആ ബോൾസ് ഓരോന്ന് മുട്ടയുടെ മിക്സിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. ഇതുപോലെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഓരോ ബോൾസും എടുത്ത് ഈ മിക്സിൽ റോൾ ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ബോൾസ് ഫുള്ളായിട്ട് ഞാൻ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിന് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം.
ഇത് ചൂടാകുമ്പോൾ ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരുപാടങ്ങ് ചൂടാവണ്ട, ഒരു മീഡിയം ചൂടായാൽ മതി. ആ സമയത്തേക്ക് നമുക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവാതെ ഇരിക്കും. ഇത് ചെറുതായൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയി കിട്ടണമെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആയിട്ടുണ്ട്, ഇത് കോരിയെടുക്കാം. ഇതേ കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഹോം മെയ്ഡ് ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കാനാണ് വളരെ ടേസ്റ്റ്. ഇത് ഈ കെച്ചപ്പ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.